പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US താരിഫുകൾ 50% വർദ്ധിപ്പിച്ചതും H1B വിസ ഫീസ് വർദ്ധിപ്പിച്ചതുമടക്കം ഉഭയകക്ഷി ബന്ധത്തിൽ അകലം സംഭവിച്ച ശേഷം ആദ്യമായി ട്രംപിന്റെ ഭാഗത്തുനിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ക്ഷണം വന്നിരിക്കുകയാണ്. ഗാസയിൽ സമാധാനം ലക്ഷ്യമിട്ട് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസിലിയുമാണ് ക്ഷണിച്ചത്. ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിലാണ് സമാധാന ഉച്ചകോടി നടക്കുന്നത്. ഗാസയിൽ സമാധാനം ലക്ഷ്യമിട്ട് ഇന്ന് നടക്കുന്ന ഉച്ചകോടിയിലേക്കാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചത്. ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുമോയെന്ന് ഇതുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഷാം എൽ ഷെയ്ഖിൽ ഉച്ചകോടി തുടങ്ങുക. അബ്ദുൾ ഫത്താഹ് അൽ സിസിലിയുടെയും ട്രംപിന്റെയും സംയുക്ത അധ്യക്ഷതയിൽ 20-ലധികം രാജ്യങ്ങളുടെ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കുക, മധ്യപൂർവേഷ്യയിൽ സമാധാനവും സ്ഥിരതയും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയുമാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണെങ്കിൽ ട്രംപുമായും ഈജിപ്തുമായും ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരമായി ഇത് മാറും. ഇന്നലെ ദില്ലിയിൽ നിയുക്ത US അംബാസിഡർ സെർജിയോ ഗോർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. ഇരുവരും തമ്മിൽ സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച നടന്നു. ഒക്ടോബർ 14 വരെ ഇന്ത്യയിലുള്ള സെർജിയോ ശനിയാഴ്ച വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ട്രംപിന്റെ വിശ്വസ്തരിൽ പ്രധാനിയാണ് സെർജിയോ ഗോർ. മഞ്ഞുരുക്കമാണോ ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നിലെന്നാണ് ഇന്ത്യയിലെ വ്യവസായ ലോകം ഉറ്റുനോക്കുന്നത്.